തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പലതവണ കേട്ടിട്ടുള്ള, നമുക്കറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് മഹത്വം ദൈവത്തിന് കൊടുക്കുക. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും, നമ്മ ഒരു വാക്ക് പറഞ്ഞാലും, നാം ഒരു പ്രവൃത്തി ചെയ്താലും, നമ്മിലൂടെ ഒരു നന്മ പുറപ്പെട്ടു വന്നാലും അതല്ലേ എല്ലാം അംഗീകാരം ദൈവത്തിനാണ്. അത് കുടുംബങ്ങൾ ഉയരുവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്. ജീവിതങ്ങളിൽ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സംഭവിക്കുവാൻ, കൂടുതൽ ദൈവാനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു വലിയ അത്ഭുതകരമായ ജീവിത ശൈലിയാണ് മഹത്വം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളത്. മനോഹരമായ അനേകം ഉദാഹരണങ്ങൾ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ. ഇത് കണ്ട് പത്രോസ് അവരോട് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിനിതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവന് നടക്കാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന്? അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കുവാനായി കടന്നു പോകുമ്പോൾ ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, തളർന്നുപോയ ഒരാൾ, മനസ്സിൽ തകർച്ചയുള്ള ഒരാൾ, ആ വ്യക്തിയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരും ചുറ്റും നിൽക്കുന്നവരുമൊക്കെ വലിയ മന്ത്രവിദ്യകളുള്ള ദേവന്മാർ ഞങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്ന രീതിയിൽ പത്രോസിനെയും യോഹന്നാനെയും നോക്കി നിന്നു. അവരാണ് സുഖപ്പെടുത്തിയത് എന്ന ധാരണയിൽ അവരെ ആരാധനാഭാവത്തിൽ നോക്കി നിന്നു. ആ സമയത്ത് കർത്താവിൻ്റെ ശിഷ്യന്മാർ പറയുന്ന ഈ വചനം നമ്മെ ധാരാളം ധൈര്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് നല്ല ബോധ്യങ്ങൾ നൽകുന്ന വചനമാണ്. ഇസ്രായേൽ ജനമേ, നിങ്ങളിതിൽ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? കാരണം സർവശക്തനായ ദൈവത്തിന് ഇതിലും കൂടുതൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ഇവന് ജീവൻ നൽകിയ ദൈവത്തിന് ഇവൻ്റെ കാലുകളിലെ മുടന്ത് മാറ്റുവാൻ ശക്തിയില്ലേ? ഇവന് ജീവൻ നൽകിയ ദൈവത്തിന് ഇവൻ്റെ ഹൃദയത്തിൻ്റെ തകർച്ചകളെ എടുത്തു മാറ്റാൻ കഴിവില്ലേ? അപ്പോൾ പത്രോസിൻ്റെ ജീവിതം, ആ ജീവിതത്തിൻ്റെ ഒരു മനോഭാവത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അനേകം ആളുകൾ ചുറ്റും കൂടി നിന്ന് കൈയടിക്കാൻ, അനേകം ആളുകളാൽ പുകഴ്ത്തപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സമയത്ത് പത്രോസ് പറയുകയാണ്, ഇത് ഞങ്ങളുടെ കഴിവോ മിടുക്കോ അല്ല, ഇത് ഞങ്ങളുടെ കഴിവല്ല, ഇത് വലിയൊരു ദൈവികമായ ആഴമാണ്. ഇത് ഞങ്ങളുടെ കഴിവല്ല, മറിച്ച് ഇത് ദൈവം പ്രവർത്തിച്ചതാണ്. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മിലൂടെ വലിയൊരു കാര്യം ചെയ്യപ്പെട്ടാൽ, നമ്മിലൂടെ വലിയൊരു പ്രവൃത്തി ഭൂമിയിൽ സംജാതമായാൽ നാം പറയുന്നത് എന്താണ്? നമ്മുടെ കഴിവിലും നമ്മുടെ മിടുക്കിലും നമ്മുടെ ശ്രദ്ധയിലുമൊക്കെ രൂപപ്പെട്ടു വന്നത് എന്നുള്ളതാണ്. ഒരു വീട് പണി പൂർത്തിയായാലും നമ്മൾ പറയുന്നത് നമ്മൾ ലോൺ എടുത്തു, നമ്മൾ അധ്വാനിച്ചു, നമ്മളിത് നേടിയെടുത്തു എന്നാണ്. ഒരു പരീക്ഷ പാസ്സായാലും നമ്മൾ പറയും നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ഉത്തരങ്ങൾ എഴുതിയതുകൊണ്ട് നമ്മളത് പാസ്സായി എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ വലിയൊരു അത്ഭുതം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് പത്രോസിൻ്റെ പ്രാർത്ഥന വഴി, പത്രോസിൻ്റെ ദൈവികമായ ശുശ്രൂഷ വഴി നടന്നു വന്ന ഈ കാര്യത്തെ പത്രോസ് കൊടുക്കുന്ന മഹത്വം ദൈവത്തിനാണ്. ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ഈശോ പ്രാർത്ഥിക്കുന്നു, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ഈശോ പിതാവായ ദൈവത്തോട് എന്തുമാത്രം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സൂചന നൽകുന്ന ഒരു വചനമാണത്. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം. ദൈവപുത്രന് പിതാവായ ദൈവം നൽകിയിരിക്കുന്ന അതേ മഹത്വമാണ്, ആ പിതാവായ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അതേ ആഴത്തിലാണ് പാപികളായ നമുക്കും അവൻ ആ മഹത്വം നൽകുന്നത്. അപ്പോൾ ഈശോയുടെ മനോഭാവം എന്താണ്? പിതാവിൽ നിന്ന് സ്വീകരിച്ച ആ ദൈവികമായ മഹത്വം, പിതാവിൽ നിന്ന് ലഭിച്ച ആ വലിയ അംഗീകാരം, അതാണ് ഞാൻ അവർക്കും നൽകുന്നത്.
അപ്പോൾ ഈശോയുടെ ഈ മനോഭാവം, പിതാവിൽ നിന്ന് ലഭിച്ചതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്, പിതാവിൽ നിന്ന് ലഭിക്കാത്തതായി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ഒരു വ്യക്തി തിരിച്ചറിയുന്നിടത്താണ് ആ വ്യക്തിയുടെ ജീവിതം കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നത്. പിന്നീട് വീണ്ടും യോഹന്നാൻ 17:26 നമ്മൾ വായിക്കുകയാണ്, അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു, അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിലും ഉണ്ടായിരിക്കേണ്ടതിന്. അങ്ങ് എനിക്ക് നൽകിയ സ്നേഹം അവരിലും ഉണ്ടായിരിക്കേണ്ടതിന്. അങ്ങ് എനിക്ക് നൽകിയ സ്നേഹം, എന്തുമാത്രം സ്നേഹമാണ് പിതാവായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈശോ പറയുകയാണ്, അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന മഹത്വം ഞാൻ അവർക്ക് നൽകി, അങ്ങ് എനിക്ക് നൽകിയ സ്നേഹം ഞാൻ അവർക്ക് നൽകി. അപ്പോൾ പിതാവിൽ നിന്ന് സ്വീകരിച്ച സ്നേഹവും മഹത്വവുമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈശോയുടെ ഈ മനോഭാവമാണ് യേശുവിൻ്റെ ശിഷ്യരാകുന്ന നമുക്കും ഉണ്ടാകേണ്ടത്. പിതാവിൽ നിന്ന് ലഭിച്ചതല്ലാതെ മറ്റൊന്നും നമുക്കില്ല. പരിശുദ്ധ അമ്മ തനിക്ക് ദൈവവചനത്തെ ഉദരത്തിൽ സ്വീകരിക്കാനുള്ള വലിയ അംഗീകാരം കിട്ടുമ്പോൾ പറയുന്നതാണ്, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ്. എലിസബത്ത് മറിയത്തെ സ്വീകരിക്കുന്ന എങ്ങനെയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ. എലിസബത്ത് പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കവിടെ നിന്ന്. അപ്പോൾ എല്ലാം ദൈവവുമായി ബന്ധപ്പെട്ട്, ദൈവത്തിൻ്റെ ഉടമസ്ഥതയോട് ബന്ധപ്പെട്ട് നാം കാണുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ വരങ്ങളിലേക്ക് കർത്താവ് നമ്മെ നയിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്, നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബം, ബന്ധങ്ങൾ, ഇത് മുഴുവൻ ദൈവമഹത്വത്തിൽ നിന്ന് വന്നതാണെന്നും ദൈവമഹത്വത്തിനു വേണ്ടി തിരികെ കൊടുക്കേണ്ടതാണെന്നും ദൈവമഹത്വമാണ് ഇതിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടതെന്നും നാം അറിയണം. ദൈവത്തിനാണ് നാം മഹത്വം കൊടുക്കേണ്ടത്, ദൈവമഹത്വമാണ് അവിടെ സംജാതമാകേണ്ടത്. അതുകൊണ്ട് വചനം ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാ മഹത്വവും ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നാം എഴുന്നേറ്റത് മുതൽ ഈ നിമിഷം വരെ നാം ദൈവത്തിൻ്റെ ശക്തിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാലുകൾക്ക് ആരോഗ്യമുള്ളത് കൊണ്ടോ നാം കഴിച്ച മരുന്നിൻ്റെ ശക്തിയാലോ അല്ല നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, മറിച്ച് ദൈവം നമ്മെ നടത്തുന്നത് കൊണ്ടാണ്. ഈ ഒരു ചിന്ത വളരെ ലളിതമായൊരു ചിന്തയാണെങ്കിലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ ഒരു ചിന്തയാണിത്. ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈജിപ്റ്റ് രാജ്യത്ത് വലിയ ദേശാധിപതിയാക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അവനെ രക്ഷിച്ചത് ഈ ഒരു ദൈവികമായ ചിന്തയാണ്. എല്ലാം ദൈവം ചെയ്യുന്നതാണ്. ഫറവോയോട് പറയുകയാണ്, ഈ സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് ഞാനല്ല, ദൈവമാണ്. ഈ സ്വപ്നത്തിൻ്റെ പൊരുൾ ഞാൻ പറഞ്ഞതല്ല, ദൈവമാണ് നിനക്കത് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാ അംഗീകാരവും എല്ലാ മഹത്വവും ദൈവത്തിന് നൽകാൻ നാം കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മനോഭാവം അതുതന്നെയായിരുന്നു, എൻ്റെ കർത്താവിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എലിസബത്ത് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവമഹത്വം നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ അതേ മഹത്വത്തിൽ ദൈവം നമ്മയും പങ്കുകാരാക്കും. പലപ്പോഴും നമ്മുടെ ജീവിതം വളരെ തേജോവധം ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അംഗീകാരമില്ലാതെ വരുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ തകർന്നു പോകുന്നത്, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കാതെ വരുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നതൊക്കെ ദൈവമഹത്വത്തെ പറ്റിയുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ദൈവമഹത്വത്തിലാണ് നമ്മുടെ ആത്മാവ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ദൈവമഹത്വത്തിലാണ് നമ്മുടെ ആത്മാവ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് എത്തിപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് വചനം ഓർമ്മിപ്പിക്കും, നമ്മൾ ദൈവീകമായ സാദൃശ്യത്തിലേക്ക്. പൗലോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാകുവിൻ, നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിനെ അനുകരിക്കുവിൻ. അങ്ങനെ ക്രിസ്തുവിനെ അനുകരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ അതേ മഹത്വത്തിലേക്ക് നാം എത്തിപ്പെടുകയാണ്, ക്രിസ്തുവിൻ്റെ അതേ മഹത്വത്തിലേക്ക് എത്തിപ്പെടുകയാണ്. താബോർ മലയിൽ ഇറങ്ങി വന്ന മോശയും ഏലിയാവും വളരെ സൂര്യനെ പോലെ ജ്വലിച്ചിരുന്നത് പോലെ ആ ഒരു മഹത്വത്തിലേക്ക് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഇരുണ്ട മേഖലകളിലും ദൈവമഹത്വം കാണാൻ നമുക്ക് സാധിക്കണം. ഏത് ദുർഘടമായ നിമിഷങ്ങളിലും ദൈവമഹത്വം കാണാൻ സാധിക്കണം. എല്ലാവരിലും ദൈവമഹത്വം കാണാൻ നമുക്ക് സാധിക്കണം. മാനസിക വൈകല്യമുള്ള വ്യക്തികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടില്ലേ?
എന്തുമാത്രം ദൈവികമായ തേജസ്സാണ് അല്ലെങ്കിൽ ദൈവ പദ്ധതികളാണ് അവരിലൂടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആരെയും ഒഴിവാക്കേണ്ട, എല്ലാവരിലും പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രകടമാകുന്നത് ദൈവമഹത്വമാണ്. എല്ലാ വ്യക്തികളിലും, അത് ശരീരത്തിൻ്റെ സൗന്ദര്യം നോക്കിയിട്ടല്ല, അത് കുടുംബ പാരമ്പര്യങ്ങൾ നോക്കിയിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതവും അതേ മഹത്വത്തിലേക്ക് ഉയരേണ്ടതാണ്. നമ്മുടെ ജീവിതവും അതേ മഹത്വത്തിലേക്ക് ഉയരേണ്ടതാണ്. നിങ്ങൾ ചെറിയ ശുശ്രൂഷകളായിരിക്കാം ചെയ്യുന്നത്, നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ജോലികളായിരിക്കാം, സമൂഹത്തിൽ വലിയ അംഗീകാരം കിട്ടുന്ന ജോലി ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ അധികം പ്രശംസ കിട്ടുന്ന ജോലി ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതം സാധാരണ ജീവിതമായിരിക്കാം, എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു ജീവിതമായിരിക്കുകയില്ല നിങ്ങളുടെ ജീവിതം. പക്ഷേ കർത്താവ് പറയുന്നു, നിന്റെ മഹത്വം എന്താണ്? ദൈവത്തോട് ചേർന്ന മഹത്വമാണ്. നിന്റെ ജീവിതം ദൈവത്തോട് ചേർന്ന് പ്രകാശിക്കേണ്ട ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഇവിടെ പത്രോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ നോക്കുന്നത്? ഞങ്ങളല്ല ഇത് പ്രവർത്തിച്ചത്, മറിച്ച് സർവശക്തനായ ദൈവമാണ്. ഞങ്ങളെന്തോ ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നത് എന്തിനാണ്? ഞങ്ങളല്ല ഇത് ചെയ്തത്, ഇത് കർത്താവാണ് ചെയ്തത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, ഞാൻ ഇത് ചെയ്തു, ഞാനല്ല ഇത് ചെയ്തത്, എന്നിലുള്ള ദൈവകൃപയാണ് ഇത് ചെയ്തത്. മറ്റുള്ളവരെക്കാൾ ഏറെ ഞാൻ അധ്വാനിച്ചു എന്ന് പൗലോസ്ലീഹ പലയിടത്തും പറയുന്നുണ്ട്. എന്നാൽ ഒടുവിൽ ഒരു ആത്മീയ ബോധ്യം കിട്ടിയ അദ്ദേഹം പിന്നീട് പറയുകയാണ്, ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത്. ഞാനല്ല അധ്വാനിക്കുന്നത്, എനിക്കല്ല ഇതിൻ്റെ മഹത്വം, മറിച്ച് ദൈവമാണ് എന്നിലൂടെ മഹത്വപ്പെടേണ്ടത്, ദൈവരാജ്യമാണ് എന്നിലൂടെ പൊട്ടിപ്പുറപ്പെടേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ, പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. കർത്താവ് എന്നെ ഈ രീതിയിൽ വിഭാവനം ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നു. ചോദ്യം ചെയ്യുവാൻ എനിക്ക് അവകാശമില്ല. ഞാൻ എന്തുകൊണ്ടൊരു വൈദികനായി എന്നൊരു ചോദ്യമില്ല, മറിച്ച് ദൈവം ഒരു വൈദികനാകാനായിട്ടാണ് ഉദ്ദേശിച്ചതെങ്കിൽ തീർച്ചയായും അതിനോട് ചേർന്ന് പോവുക എന്നുള്ളതാണ് എന്നിലുള്ള ദൗത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? നമ്മുടെ കുടുംബങ്ങൾ ശരിയായ വ്യക്തികളെയാണോ ഉൾക്കൊള്ളുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നുണ്ടോ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ജോലിയാണോ? ഇതാണോ ഞാൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നെങ്കിൽ, കർത്താവിൻ്റെ മഹത്വമാണ് എല്ലായിടത്തും വരേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ കുടുംബജീവിതം അസ്വസ്ഥകരമാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, എൻ്റെ ഇപ്പോഴത്തെ ഈ ജീവിതത്തിലൂടെ, ഈ ദാമ്പത്യ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ കൃപയാണ് പുറപ്പെടേണ്ടത്, കർത്താവിൻ്റെ മഹത്വമാണ് പുറപ്പെടേണ്ടത്. അപ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പിന്നിലേക്ക് നോക്കേണ്ടതായി വരികയില്ല. നമ്മൾ നിരാശപ്പെട്ട് വിജനതകളിലേക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ മഹത്വം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. നമ്മളിപ്പോൾ എന്തായിരുന്നാലും, നമ്മൾ ഉന്നതമായ സ്ഥാനത്തിലെത്തിയിരുന്നാലും, നമ്മൾ വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്നവരായിരുന്നാലും, നമ്മൾ എന്തായിരുന്നാലും അത് ദൈവകൃപയാലാണ്. കൃപ ഒഴുകുവാൻ ഭൗതികമായ സാഹചര്യങ്ങൾ ഒരു മാനദണ്ഡമല്ല. ഭൗതികമായി നീ വലിയ സമ്പന്ന ആകണമെന്ന് നിർബന്ധമില്ല, ഭൗതികമായി നീ പരമദരിദ്രനാകണമെന്ന് നിർബന്ധമില്ല. നീ എന്തായിരുന്നാലും അത് ദൈവകൃപയാലാണ് എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പുറപ്പെട്ടു വരുന്ന ചിന്തകളൊക്കെ ദൈവികമായി മാറുകയും നമ്മുടെ പ്രവൃത്തികൾ കൂടുതൽ മഹത്വീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ്. ഇങ്ങനെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാനല്ല കർത്താവെ അധ്വാനിക്കുന്നത്, ഞാൻ വെറും ഒരു കളിമൺ പാത്രം മാത്രമാണ്, നിസ്സാരമായ ഒരു കളിമൺ പാത്രമാണ്. കുശവൻ്റെ കയ്യിൽ കുശവൻ്റെ മനസ്സനുസരിച്ച് ആയിത്തീരാനുള്ള ഒരു മൺപാത്രം. ആ മൺപാത്രത്തെ കർത്താവിന് ഏത് വിധത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ചില പാത്രങ്ങളെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ചിലത് മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നല്ലതായാലും മോശമായാലും
ഇത് പണി തീർത്തവൻ കർത്താവാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതം പ്രയോജനമില്ല എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കരുത്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രയോജനം ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വത്തിലാണ്. ഞാൻ എന്തുമാത്രം മഹത്വം ദൈവത്തിന് കൊടുക്കുന്നു, അതിലാണ് എൻ്റെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ളൊരു വിഷയം, നമ്മുടെ ജീവിതം ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണെങ്കിലും, ബുദ്ധിമുട്ടേറിയ വേദനിക്കുന്ന സാഹചര്യങ്ങളിലാണെങ്കിലും ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ ദൈവമെന്ന ആ വലിയ ശക്തിക്ക് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ശക്തമായി ഒഴുകുന്നത്. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളിൽ ഈ രോഗിയെ സുഖപ്പെടുത്തിയതിനു ശേഷം അപ്പോസ്തലന്മാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 3-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലമാണ്, അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അതായത് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും നിങ്ങൾ അറിയുകയും നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. ഇവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച രോഗസൗഖ്യം അത് ദൈവം നേരിട്ട് ചെയ്ത അത്ഭുതമാണ്. അവൻ്റെ നാമത്തിൽ, യേശുവെന്ന നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് സുഖപ്പെടുത്തിയത്. അപ്പോൾ ഞങ്ങളല്ല സുഖപ്പെടുത്തിയത്, മറിച്ച് ദൈവത്തിൻ്റെ രക്ഷാകരമായ നാമമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ രക്ഷാകരമായ നാമം അത് ജീവദായകമാണെന്നും അതിൽ നാം കൂടുതലായി വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദൈവിക മഹത്വത്തിനുള്ള വേദികളാക്കി മാറ്റണമെന്നും വചനം ഓർമ്മിപ്പിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. നമ്മളെല്ലാ കാര്യത്തിലും ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടതെന്നും ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടതെന്നും ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി ആയിരുന്നു. ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി ഉള്ളതായിരുന്നു. ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ, വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ, നമ്മളിൽ തന്നെ ആശ്രയിച്ചത് കൊണ്ടാണ് പലപ്പോഴും പല പരാജയങ്ങൾ നാം ഏറ്റുവാങ്ങേണ്ടതായി വന്നത്. പലപ്പോഴും പല കാര്യങ്ങളിൽ നമ്മുടേതായ മാനുഷിക ബുദ്ധിയിൽ നാം പ്രവർത്തിച്ചത് കൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് പ്രതികൂലമായി വന്നത്. എന്നാൽ ഇവിടെ വചനം പറയുകയാണ്, നിങ്ങളിൽ തന്നെ വിശ്വസിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആരെയാണ്? സർവശക്തനായ ദൈവത്തിലാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുക. നാം നമ്മിൽ തന്നെ ആശ്രയിക്കാതെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മളൊരു പരീക്ഷ എഴുതുന്നത് ദൈവസഹായത്താലാണ്. നമ്മളൊരു ആശുപത്രിയിലെ ചികിത്സ പൂർണ്ണമാക്കുന്നത് ദൈവസഹായത്താലാണ്. നമ്മൾ രാവിലെ വീട് വിട്ടിറങ്ങി തിരികെ വീട്ടിലേക്ക് വരുന്നത് വരെയുള്ള സമയം നമ്മൾ ജീവിക്കുന്നത് ദൈവസഹായത്താലാണ്. ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. നമ്മിൽ തന്നെ ആശ്രയിക്കാതെ, എൻ്റെ കഴിവിൽ ആശ്രയിക്കാതെ, എൻ്റെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ, എൻ്റെ സമ്പത്തിൽ ആശ്രയിക്കാതെ, എല്ലാ മഹത്വത്തിനും കാരണമായ, എല്ലാ മഹത്വത്തിനും അധിപനായ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുക. ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. അപ്പോൾ ഒരിക്കലും കേട്ടുകേൾവി ഇല്ലാത്തൊരു കാര്യമാണ് മരിച്ചവർ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഒരു വലിയ സാധ്യതയാണെന്നും ഈ ലോകത്തിൽ ഏറ്റവും വലിയ മഹത്വപൂർണമായ പ്രവൃത്തി കർത്താവിൻ്റെ ഉദ്ധാനമാണ് എന്നും നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഉദ്ധിതനായ യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഉദ്ധിതനായ യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നത്, മരണത്തെ തോൽപ്പിച്ചെഴുന്നേറ്റ സർവശക്തനായ ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ രക്ഷാകര ശക്തി അടങ്ങിയിരിക്കുന്നത് ഉദ്ധാനത്തിലാണ്.
ഏറ്റവും വലിയ രക്ഷാകരമായ ദൈവികമായ ശക്തി നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ഉത്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ. അപ്പോൾ മരണത്തെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കാര്യമല്ല, ഒരു അസാധാരണമായ അനുഭവമാണ്. ആ അസാധാരണമായ അനുഭവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, മരണത്തെ തോൽപ്പിച്ച കർത്താവ് നിങ്ങളെയും എഴുന്നേൽപ്പിക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും, നാം ആരായിരുന്നാലും, ഈ ഒരു മഹത്വം ദൈവത്തിന് കൊടുക്കുന്നതിൽ നമ്മൾ മടി വിചാരിക്കുവാൻ പാടുള്ളതല്ല. ഈ ഒരു ദൈവികമായ മഹത്വം നാം ദൈവത്തിന് കൊടുക്കുന്നതിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവാനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും. നമ്മൾ എന്തുമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവോ അത്രമാത്രം നമ്മൾ ദൈവീകരായി തീരുമെന്ന് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ എന്തുമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവോ അത്രമാത്രം നമ്മൾ ദൈവീക സാദൃശ്യമുള്ളവരായി, ദൈവത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുന്നവരായി നാം മാറ്റപ്പെടും. അങ്ങനെ ആ ഒരു മാറ്റം എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ സംഭവിച്ചാൽ നമുക്കെതിരെ വരുന്നവരെ നമുക്ക് ഭയമില്ല. നമുക്കെതിരെ വന്ന ഒരാൾ നമ്മെ അസഭ്യം പറഞ്ഞാലും നമുക്കതിൽ വിഷമമാവുകയില്ല. അതുകൊണ്ട് നാം ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നാം മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ വേദനകൾ നമ്മെ യേശുകയില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഉത്ഥാനത്തിൻ്റെ ശക്തിയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. നമ്മൾ എന്താ മഹത്വപ്പെടുത്തുന്നത്? ഒരു ദൈവത്തെക്കുറിച്ചുള്ള കുറേ അറിവുകളല്ല. നമ്മൾ മഹത്വപ്പെടുത്തുന്നത് കർത്താവിൻ്റെ ഉദ്ധിതമായ ശക്തിയെയാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് ദൈവമാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അനുവർത്തിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പിന്താങ്ങുന്ന കാര്യം എന്താണ്? ഉദ്ധിതനായ ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഉദ്ധിതനായ ദൈവത്തിന് മുറിവുകൾ പാടുള്ളതല്ല. ഉദ്ധിതനായ ദൈവത്തിന് മുറിവുകൾ സാരമുള്ളതല്ല. ആ മുറിവുകളെയൊക്കെ അതിജീവിക്കുന്ന ഒരു ശക്തിയാണ്. ഉദ്ധിതനായ ദൈവത്തിന് ചാട്ടയുടെ അടി പ്രശ്നമല്ല, അതിനെ അതിജീവിക്കുന്ന ഒരു ദൈവികമായ ശക്തിയാണ് ഉദ്ധിതൻ്റെ ശരീരത്തിലുള്ളത്. ഈ ലോകത്തിൻ്റെ മുഴുവൻ അപവാദങ്ങളും, ഈ ലോകത്തിൻ്റെ മുഴുവൻ വേദനകളും, ഈ ലോകത്തിൻ്റെ മുഴുവൻ സങ്കടങ്ങൾക്കും പരിഹാരമാണ് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തി. ആ ഉത്ഥാനത്തിൻ്റെ ശക്തിയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. നമ്മൾ മഹത്വപ്പെടുത്തുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു സ്വർഗീയ ശക്തിയായ ദൈവത്തെയാണ്. ആ സ്വർഗീയ ശക്തിയെ നമ്മൾ വാഴ്ത്തുകയും അംഗീകരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ഉത്ഥാനത്തിൻ്റെ ശക്തിയാണ്. നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു ദൈവികമായ ശക്തിയാണ്. ഈ ശക്തി നമ്മളെ ബലപ്പെടുത്തട്ടെ. ഈ ശക്തിയിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. അപരിമേയമായ കർത്താവിൻ്റെ ശക്തി, അപരിമേയമായ ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി, ആ ശക്തിയാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. അതിനെയാണ് ഞാൻ മഹത്വപ്പെടുത്തുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തിലൂടെ കൂടുതൽ മഹത്വപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.